ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പോസ്റ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പക്ഷേ ഇത് എന്താ പറയുന്നത്, സൂപ്പർ സ്പെഷ്യൽ പോസ്റ്റാണ്. വേറെ ഒന്നുമല്ല, ഞാൻ പല വീഡിയോസിലും നിങ്ങളോട് ഷെയർ ചെയ്ത കാര്യങ്ങളാണ്. ഈ ഹെയറിൻ്റെ ഡാമേജിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ അല്ലേ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒഴിവാക്കണം. പക്ഷേ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെയറിൽ ഹെയർ പിന്നെ സ്പ്ലിറ്റൻ്റ് ആവുക, ഡ്രൈ ആകുക, അതുപോലെ മുടി കൊഴിയുക, അങ്ങനെ ഒത്തിരിയുള്ള അതിൻ്റെ പിന്നെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏത് കെമിക്കലാണ് ഇത് ദോഷം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്കത് ഓർമ്മ. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി ചോദിച്ചിരുന്നു, ഈ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നേ. അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ട് അതും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, പേമിങ് എന്നൊക്കെ പറയണതിൽ വളരെ മാരകമായ കെമിക്കൽ തന്നെയാണ് ഉപയോഗിക്കണതെന്ന് പറയാം കേട്ടോ. അത് മെയിനായിട്ട് ഫോർമാലിഡിഹൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കേട്ടാൽ നിങ്ങൾ പേടിക്കും. അതായത് നമുക്ക് പിന്നെ യൂട്രസ് ക്യാൻസർ, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ വരാനുള്ള ഒരു പിന്നെ സാധ്യത അതിലുണ്ട്. പക്ഷേ ഇത് ആ കാലങ്ങളിൽ തന്നെ ഇത് കണ്ടുപിടിച്ചു. ഈ ഒരു കെമിക്കൽ നമുക്ക് ഈ വക പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തെന്നോർത്തല്ല കേട്ടോ, ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുന്നവരൊന്നും പേടിക്കണ്ട. റെഗുലറായിട്ട് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് അയ്യോ ഞാൻ ചെയ്തല്ലോ എന്നോർത്ത് ഇനി ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും വരുത്തണ്ട. അപ്പോൾ ഈ ഫോർമാലിഡിഹൈഡിൻ്റെ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അത് മാറ്റിയല്ലോ. സ്ട്രൈറ്റനിങ് ഒക്കെ പോയി, പിന്നെ അത് സ്മൂത്തനിങ് ആയി, അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ ഗ്ലയോക്സിലിക് ആസിഡാണ്. ഗ്ലയോക്സിലിക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മിക്കവാറും സിറത്തിലും എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ട് നമുക്ക് ഈ മുടിയുടെ ഈ ബോണ്ട് മാറണമല്ലോ, അതിന് വേണ്ടി കൂടുതലായിട്ട് ഈ കെമിക്കൽ നമ്മൾ ഈ ഹെയർ പിന്നെ ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലും സ്മൂത്തനിങ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ഈ കെമിക്കൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതലായിട്ട് ഗ്ലയോക്സിലിക് ഉപയോഗിച്ചാലുള്ള കുഴപ്പം എന്താണെന്നോ, ഇത് നമ്മളിപ്പോൾ അതൊരു വല്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ. നമ്മൾ ഷാമ്പു ചെയ്യുന്നു, ഇത് ക്രീം അപ്ലൈ ചെയ്യുന്നു, പിന്നെ നമ്മൾ പിന്നെ സ്കാൾപ്പ് ചൂടാക്കുന്നു, പിന്നെ മസാജ് ചെയ്യുന്നു, പിന്നെ വാഷ് ചെയ്യുന്നു, പിന്നെ ചൂടാക്കുന്നു. അങ്ങനെ ഈ ഒത്തിരി പ്രക്രിയ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ ഉത്തേജനം സംഭവിക്കും അല്ലേ. സ്കാൾപ്പിലെ സുഷിരങ്ങളെല്ലാം തുറന്ന് ഈ രക്തപ്രവാഹത്തിലോട്ട് ഈ കെമിക്കൽ ഇറങ്ങിച്ചെല്ലും. അതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങി പിന്നെ ചെന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം, ഇത് വേറെ നമുക്ക് ദൂഷ്യഫലങ്ങൾ വരും കേട്ടോ. അത് മെയിനായിട്ട് വൃക്കയിലാണ് ഇത് ചെന്നടിയുന്നത്. അപ്പോൾ വൃക്ക രോഗങ്ങൾക്ക്, അതുപോലെ ശ്വാസകോശ രോഗങ്ങൾക്കും എല്ലാത്തിനും ഈ ഒരു കെമിക്കൽ കാരണമാവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയണത്, റെഗുലറായിട്ട് നിങ്ങൾ എല്ലാ മാസവും 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗർഭിണികൾ, അതുപോലെ പാലൂട്ടുന്ന അമ്മമാർ, അതിലുപരി നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്നവർ, ഇങ്ങനെയുള്ളവരൊന്നും ഈ വക സ്ട്രൈറ്റനിങ്, ഇങ്ങനെയുള്ള കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്മൂത്തനിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോവാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അത് കാരണം ഇതാണ്. പിന്നെ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചിലർക്ക് ആ സമയത്ത് ശ്വാസം മുട്ടുക, അതുപോലെ അലർജി, പിന്നെ ചുണങ്ങ് പോലെ, പിന്നെ അതുപോലെ ചൊറിച്ചിൽ, അങ്ങനെയുള്ള ഒത്തിരിയും സൈഡ് ഇഫക്റ്റ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തുടങ്ങി പറയണേ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കഴിയുന്നതും ചെയ്യാതിരിക്കുക. കാര്യം കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മുടിയൊക്കെ കിടക്കണ കാണാൻ നല്ല ഭംഗിയാണല്ലേ. നമുക്കെല്ലാവർക്കും ആ നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്കൊന്നും ചെയ്യണം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് പിന്നെ ബ്ലോ ഡ്രൈ ചെയ്യാം, അതുപോലെ സ്ട്രെയിറ്റനിങ് മെഷീൻ വെച്ച് നമുക്ക് സ്ട്രെയിറ്റ് ആക്കാം. പിന്നെ ഞാൻ തന്നെ ഒത്തിരി പാക്കുകൾ പറഞ്ഞിട്ടുണ്ട്.
ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ മുടിയുടെ ചുളിവുകളൊക്കെ മാറി മുടി സ്ട്രെയിറ്റ് ആവാൻ പാകത്തിന് ഒത്തിരി പാക്കുകളും കണ്ടീഷണറുകളും എല്ലാം ഇപ്പോൾ വാങ്ങാൻ കിട്ടും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വക ഇത് കൂടെ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടെ ചെയ്യാണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള രീതിയിലോട്ട് നിങ്ങളൊന്ന് നാച്ചുറലായിട്ടുള്ള രീതിയിലോട്ടൊന്ന് മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ എൻ്റെ അടുത്തൊരു കുട്ടി ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇത് താരതമ്യേന വളരെ സേഫായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. കാരണം ഈ ഫോർമാലിറ്റി ഗൈഡ് തുടങ്ങിയുള്ള കെമിക്കൽസ് ഒന്നും ഇതിലടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാം, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇഞ്ചക്ഷനുണ്ട്, അതുപോലെ ഇതിൻ്റെ പാക്കുകൾ ഇപ്പം നമ്മൾ പിന്നെ സ്മൂത്തനിങ് ഒക്കെ ചെയ്യണ പോലെ അങ്ങനെയും ചെയ്യുന്നുണ്ട്, പിന്നെ ഇഞ്ചക്ഷനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് സേഫാണ് എന്നാണ് ഇതുവരെയുള്ള കണ്ടുപിടുത്തോട്ടെ. ഇനി നാളെ കൂടുതലായിട്ട് വരുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് വരെ ഉള്ള കണ്ടുപിടുത്തത്തിൽ ഈ ബോട്ടക്സ് ട്രീറ്റ്മെൻറ്റ് സേഫാണ്. ഈ കെമിക്കൽസ് ഒന്നും ഇതിലടങ്ങിയിട്ടില്ല. എങ്കിലും ഗർഭിണികളും പിന്നെ കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നവരും അലർജി ഉള്ളവരും ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരും ഇനി പിന്നെ നമുക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നവരും ഒന്നും ഇത് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അതാണ് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. പിന്നെ ഇതിന് മുന്നേ പല വീഡിയോകളിലും ഞാൻ നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്ന ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതുപോലെ സ്മൂത്തനിങ് ഇട്ടിട്ടുണ്ട്, നാച്ചുറൽ സ്ട്രെയിറ്റനിങ് ഇട്ടിട്ടുണ്ട്, നാച്ചുറൽ വോളിയമൈസിങ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതെല്ലാം എടുത്ത് ഒന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ലിസ് ബ്യൂട്ടി ടിപ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് വരും. അത് ഓണാക്കുമ്പോൾ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് സ്കിൻ കെയറിന് സെപ്പറേറ്റ് കാണും, ഹെയർ കെയറിന് സെപ്പറേറ്റ് കാണും. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന് ആവശ്യമായ പിന്നെ വീഡിയോസാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണും. ഇനി ഹെയറിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് കാണണമെങ്കിൽ ആ വീഡിയോ ഹെയർ കെയറിൻ്റെ ആ ഒരു ഇതിൽ പോസ്റ്റിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ കെയറിൻ്റെ വീഡിയോസ് കാണാം. നിങ്ങളെല്ലാം സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഞാനിട്ട ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ല റിസൾട്ട് എനിക്ക് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയതാണ് ഞാൻ ഇട്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാം എടുത്ത് കണ്ട് നിങ്ങൾ അതുപോലെയുള്ള നാച്ചുറൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള അമ്മമാർ കാണുന്നവർ മക്കളോട് പറയണം, മക്കൾ സെറ്റുമാർ കൂട്ടുകാരോട് പറയണം. എങ്കിലേ ഇത് നമുക്കിതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളൊന്ന് എല്ലാവരും അറിയേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. പിന്നെ അപ്പോൾ ഞാനിനി ഒരു ബോട്ടക്സിൻ്റെ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇടാം. ബാക്കിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ വാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണ്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു മുടി സ്ട്രൈറ്റൻ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേമിങ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ച് കിടക്കുന്നവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. ഓക്കെ, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.